السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മജ്ലിസുൽ ഖുർആൻ പഠിതാക്കളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. അതിപ്രകാരം നമുക്ക് വായിക്കാം. ഇയ്യാക്കും വമുഹഖിറാത്തി ദുനൂബ് കഖൗമിൻ നസലു ഫീ ബത്നി വാദിൻ ഫജാഅ ذا بعود وجاء ذا بعود حتى أنضجوا خبزتهم وإن محقرات الذنوب متى يؤخذ بها صاحبها يهلكه. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാണ്, ഇയ്യാക്കും വമുഹഖിറാത്തുദ് ദുനൂബ്, പാപങ്ങളിൽ നിസ്സാരമായി കരുതുന്നവയെ നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പോൾ തെറ്റുകൾ പലപ്പോഴും ആളുകൾ പലതിനെയും നിസ്സാരമായി കാണുക, അതൊന്നും അത്ര കുഴപ്പമില്ല എന്ന രീതിയിലാണ് പലപ്പോഴും പാപങ്ങളെ ആളുകൾ സമീപിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞ പാപങ്ങളെപ്പോലും പല ആളുകളും നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി പല പാപങ്ങളും. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ബീവിയെ വിളിച്ച് പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, യാ ആയിഷ ഇയ്യാക്കി വമുഹഖിറാത്തി ദുനൂബ്, നിസാരമായി കരുതുന്ന പാപങ്ങളെ സൂക്ഷിക്കണേ. കാരണം ഫഇന്ന ലഹ മിനല്ലാഹി ത്വാലിബ, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ നിസ്സാരമായിട്ട് കരുതുക എന്നത് എല്ലാ പാപങ്ങൾക്കും അതിൻ്റെതായ ഒരു ശിക്ഷ, ഒരു പാപവിഹിതം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രവാചകർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ചെറിയ നിസ്സാരമായിട്ട് കാണുന്ന പാപങ്ങൾ തന്നെ അതിൻ്റെ ആവർത്തനം, അതിൻ്റെ വർധനവ് ഒരാളെ നശിപ്പിക്കാൻ മാത്രം പര്യാപ്തമാവും എന്നതിന് അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ഉദാഹരണം പറഞ്ഞ ഹദീസാണ് ആദ്യം വായിച്ചത്. ഇയ്യാക്കും വമുഹഖിറാത്തുദ് ദുനൂബ്, പാപങ്ങളെ നിസ്സാരമായിട്ട് ഗണിക്കുന്ന കരുതുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഏതുപോലെയാണത്? ഖൗമിൻ നസലു ഫീ ബത്നി വാദിൻ, ഒരു താഴ്വാരത്ത് തമ്പടിച്ച ഒരു സമൂഹത്തെ പോലെ. ഒരു യാത്രക്കാർ ഒരു താഴ്വാരത്ത് താമസിക്കാൻ വേണ്ടി അവരവിടെ തമ്പ് ചെയ്തു. എന്നാൽ അവർ ചുള്ളിക്കമ്പുകൾ പെറുക്കിക്കൂട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഹത്താ അൻളജൂ ഖുബ്സതഹും, അവരുടെ ഭക്ഷണം പാകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചുള്ളിക്കമ്പുകൾ നിസ്സാരമാണ്. ഒരു ചുള്ളിക്കമ്പ് കത്തിക്കുന്നത് കൊണ്ട് അതിനാവശ്യമായ ചൂടോ വെളിച്ചമോ ഒന്നും കിട്ടൂല. പക്ഷേ എല്ലാ ആളുകളും കുറേശ്ശെ പെറുക്കിക്കൂട്ടിയാൽ അതൊരു വലിയ ഒരു ഇതായിട്ട് മാറുകയും അങ്ങനെ അവരുടെ ഭക്ഷണം പാകം ചെയ്തെടുക്കാൻ മാത്രം അത് പര്യാപ്തമാകുകയും ചെയ്യുന്നത് പോലെ മനുഷ്യരുടെ ചെറിയ ചെറിയ പാപങ്ങൾ അത് അവനെ നശിപ്പിക്കാൻ മാത്രം വഇന്ന മുഹഖിറാത്തുദ് ദുനൂബ് മതാ യുഖദ് ബിഹാ സാഹിബുഹാ തുഹ്ലിഖുഹു, അത് അവനെ നശിപ്പിക്കാൻ പര്യാപ്തമാകുന്ന രൂപത്തിലേക്ക് വളർന്നേക്കാം എന്നതാണ്. അപ്പോൾ പ്രവാചകർ പറയുന്നത്, ഈ പാപങ്ങളെ ഒന്നിനെയും നിസ്സാരമായിട്ട് കാണരുത്.
അത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഹറാമാണ് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് സമൂഹം കാണുന്നത് വളരെ നിസ്സാരമായിട്ടാണ്. അതിലൊന്നാണ് ഈ പരിഹാസം എന്ന് പറയുന്നത്. മറ്റൊരാളെ പരിഹസിക്കുക എന്നത് ഇന്നൊരു പാപമായിട്ട് കാണുന്ന ഒരു കാര്യമേ അല്ല. ഇപ്പം ഏതൊരു കാര്യത്തെയും ട്രോളായിട്ടാണ് ആളുകൾ കാണുന്നത്. അതായത് സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ അധികവും ഷെയർ ചെയ്യുന്നത് ഈ പരിഹാസങ്ങളാണ്. ഒരാളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു സമൂഹത്തെയും പരിഹസിക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്, ഒരു സമൂഹത്തെയും. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു സമുദായവും ഒരു സമൂഹത്തെയും പരിഹസിക്കരുത് എന്ന് തീർത്ത് പറഞ്ഞ ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ. പക്ഷേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഇപ്പം മതപ്രബോധന വേദികളിൽ പോലും മറ്റു സമൂഹങ്ങളെ പരിഹസിക്കുക എന്നത് ഒരു അലങ്കാരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആളുകൾക്ക് പരിഹസിക്കുക എന്നത് അത്ര പ്രശ്നമല്ല എന്ന് കരുതുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹികമായ വിപത്ത്, ഇപ്പം നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു വാർത്ത, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ, അത് എത്രയോ ആളുകളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ പരിഹാസം മൂലം. അതുകൊണ്ട് തന്നെ പരിഹസിക്കരുത് എന്ന് അല്ലാഹു തആല തീർത്തു പറഞ്ഞു. അതുപോലെ തന്നെ കുത്തുവാക്കുകൾ പറയരുത്, ആക്ഷേപിക്കരുത്. ആളുകളെ കുത്തുവാക്ക് പറയുക, ആക്ഷേപിക്കുക. വലാ തൽമിസു അൻഫുസക്കും, ഖുർആൻ പറഞ്ഞാണ് നിങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ല, കുത്തുവാക്ക് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അങ്ങനെ കുത്തുവാക്ക് പറയുന്നവർക്ക് നാശം. വൈലിൻ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. അവിടെ വൈല് എന്ന പദമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ വൈല് ഉപയോഗിക്കുക വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലാണ്. മുസ്സലാം റഹ്മത്തുള്ളാഹി. വൈല് എന്ന് പറഞ്ഞാൽ നാശം, നരകം എന്നതാണ്. അപ്പോൾ കുത്തുവാക്ക് പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നവർക്ക്, പരിഹസിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ ഇന്ന് വളരെ നിസ്സാരമായി കരുതുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കളവ് പറയുക എന്നതും ഇന്ന് വളരെ നിസ്സാരമായിട്ട് ആളുകൾ കാണുന്നതാണ്. നിത്യജീവിതത്തിൽ കളവിന് വലിയ പ്രാധാന്യം, കുഴപ്പമില്ല എന്ന് ആളുകൾ ധരിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ കദിബ, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. കാരണം ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, അത് തിന്മയിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. സ്ഥിരം കളവ് പറയുക എന്നത് മനുഷ്യനെ തിന്മയിലേക്കാണ് നയിക്കുന്നത്. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, തിന്മ നരകത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ലേശം ഗൗരവമുള്ള വിഷയം തന്നെയാണ് കളവ് പറയുക എന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് പരിഹാസ പേര് വിളിക്കുക. ആളുകളെ അറിയാൻ ചിലപ്പോൾ എന്ത് പറയേണ്ട അവസ്ഥയാണ്, പരിഹാസ പേരുകളാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരു പരിപാടിയാണ്. ആളുകൾക്ക് അവർക്കുള്ള പേര് പറഞ്ഞാൽ പലപ്പോഴും അറിയില്ല. കാരണം അയാളുടെ മറ്റൊരു പേര്, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പേര് വെക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലെ ആളുകൾക്കത് മറ്റുള്ളവർക്ക് വലിയ രസമാണ്, മറ്റുള്ളവർക്കതൊരു കൗതുകമാണ്. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആൾക്ക് അതൊരിക്കലും ഇഷ്ടമല്ല. മറ്റൊരു പേര്, പരിഹാസ പേര് വിളിക്കുക എന്നത്, ഇനി അയാളെ അങ്ങനെ അറിയപ്പെട്ടാൽ തന്നെ അതിലേറ്റവും പ്രയാസപ്പെടുന്നത് മക്കളും പേരക്കുട്ടികളൊക്കെ ആയിരിക്കും. അതൊരു വലിയ വിഷയമാണ്. ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇത്തരം ആളുകളൊക്കെ ഒരു വലിയ ലെവലിലേക്കൊക്കെ എത്തിയാൽ, ഇന്നാളുടെ മകൻ അല്ലെങ്കിൽ ഇന്നാളുടെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നാണക്കേട്, അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ തീർത്ത് പറയുകയാണ്, വലാ തനാബുസു ബിൽ അൽഖാബ്, പരിഹാസ പേരുകൾ വിളിക്കാൻ പാടില്ല. ഇത് ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞ വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഊഹിച്ചു പറയുക, ഊഹിച്ച് കഥകൾ മെനയുക.
ഇന്ന് നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും, ഇപ്പോൾ കുടുംബകലഹങ്ങളിലൊക്കെ 90% കുടുംബകലഹങ്ങളുടെയും കാരണം ഈ തെറ്റിദ്ധാരണയാണ്, ഈ ഊഹമാണ്. എന്തെങ്കിലും ചിലപ്പോൾ ഒരു അർദ്ധസത്യമുണ്ടാവാം, അല്ലെങ്കിൽ കൂടുതലും അസത്യമാവാം. പക്ഷേ ഈ ഊഹിച്ച് ഉണ്ടാക്കുന്ന, മെനഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. ഒരു സംഭവം സംഭവിച്ച് അത് അവിടെ നിന്ന് 4മതൊരാളുടെ ചെവിയിലെത്തുമ്പോഴേക്കും അതിന് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ ചേർക്കാവുന്ന പൊടിപ്പും തൊങ്ങലും ചേർത്ത് അതൊരു കഥയാക്കി മെനഞ്ഞുണ്ടാക്കി ആ ഊഹത്തെയാണ് പിന്നെ ആളുകൾ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് കുടുംബകലഹങ്ങൾ ഏറെയും ഉണ്ടാകുന്നത്. കാരണം അത് അന്വേഷിക്കാൻ ആരും തയ്യാറല്ല. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ കുടുംബകലഹങ്ങളുടെയൊക്കെയും അധികം കാരണവും ഈ ഊഹം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്, ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്ം. നിങ്ങൾ ഊഹത്തെ വെടിയണം. ഊഹിച്ച് കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന സ്വഭാവം നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഊഹത്തിൽ മിക്കതും കുറ്റകരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തീർത്ത് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ ഗീബത്ത് പറയുക എന്നതും ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒന്നാണ്. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയാൻ പാടില്ല. കാരണം അത് മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഒരുപാട്, അതായത് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, പലപ്പോഴും നിസ്സാരമായ സുന്നത്തുകളുടെ പേരിൽ തർക്കിക്കുന്നവർ പോലും ഇത്തരം ഹറാമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അവർക്കതൊരു പ്രശ്നമല്ല. ആക്ഷേപിക്കുക, ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, നമ്മുടേതല്ലാത്ത സംഘടനക്കാരനെ, നമ്മുടേതല്ലാത്ത രാഷ്ട്രീയക്കാരനെ, നമ്മുടെ രാജ്യക്കാരനല്ലാത്തവനെ ഒക്കെ പരിഹസിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുകയാണ് ആളുകൾ. അപ്പോൾ മനുഷ്യനെയാണ് ഇസ്ലാം, മനുഷ്യരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള, മനുഷ്യന് മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ്. അതിനൊക്കെ വളരെ നിസ്സാരമായിട്ട് ആളുകൾ കാണുന്നു എന്നതാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസി പാപങ്ങളെ കാണുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഇത്തരം പാപങ്ങളെയൊക്കെ നിസ്സാരമായി കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വാക്കാണത്. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫ് അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി പാപത്തെ കാണുന്നത്, തെറ്റുകളെ കാണുന്നത് ഒരു മലക്ക്, വീഴാനിരിക്കുന്ന മലയുടെ അടിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ അത് എത്രത്തോളം ഭയപ്പെടുത്തുന്നുവോ അതുപോലെയാണ്. ഈ മല, ഈ പർവ്വതം എൻ്റെ മേലേക്ക് വീഴുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ, അതുപോലെയാണ് ഈ പാപങ്ങളെ ഒരു വിശ്വാസി കാണുന്നത്. എന്നാൽ ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. എന്നാൽ ഒരു തമ്മാടിയായ മനുഷ്യൻ, ഒരു മോശക്കാരനായ മനുഷ്യൻ പാപത്തെ കാണുന്നത് തൻ്റെ മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ഒരു ഈച്ചയെപ്പോലെ, ഇത്രയും നിസ്സാരമായിട്ടാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പാപങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്, നിസ്സാരമായിട്ട് കാണേണ്ടതല്ല എന്നർത്ഥം. അപ്പോൾ സ്വഹാബിമാരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വരുന്നതിന്, എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നതിന്, അത് വലിയ പാപങ്ങളല്ല, വൻപാപങ്ങളല്ല, നിസ്സാരമായിട്ട് കരുതുന്നത് പോലും വരുന്നതിന് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്ന് മാത്രമല്ല, അവർ ഭയപ്പെടുകയും ചെയ്തിരുന്നു. തമീം ഗോത്രക്കാരായ ഒരു സംഘം ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അപ്പോൾ അവരിൽ ആരെ നേതാവാക്കണം എന്ന വിഷയത്തിൽ
അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിലൊരു തർക്കമുണ്ടായി. ആ തർക്ക സമയം റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചിട്ടാണ്, സന്ദർഭത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടുന്ന് ലേശം ശബ്ദം ഉച്ചത്തിലായി അവരുടെ തർക്കത്തിൻ്റെ. അപ്പോൾ ആ വിഷയവുമായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിക്കു, യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദുകും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ പ്രവാചകരുടെ മുന്നിൽ വെച്ച് പ്രവാചകരുടെ ശബ്ദത്തേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അത് ഒരു അദബുകേടാണ്, മര്യാദകേടാണ്. അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവരോട് നിങ്ങൾ തർക്കിക്കുന്നത് പോലെ പ്രവാചകരോട് നിങ്ങൾ തർക്കിക്കുകയും ചെയ്യാൻ പാടില്ല. ശബ്ദം ഉയരാൻ പാടില്ല. ആ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളറിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് ആയത്താണ്. അതിനുശേഷം ചരിത്രം പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ സ്വകാര്യം പറയുന്നത് പോലെ വളരെ വളരെ പതുക്കെയായിരുന്നു പ്രവാചകരുടെ സന്നിധിയിൽ വെച്ച് സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. വളരെ ശ്രദ്ധാപൂർവം കേട്ടാലേ മനസ്സിലാവൂ എന്ന രൂപത്തിൽ വളരെ പതുങ്ങിയ ശബ്ദത്തിലായിരുന്നു ഇവർ സംസാരിക്കാറുണ്ടായിരുന്നത് എന്ന് കാണാം. അതുപോലെ തന്നെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകരുടെ സദസ്സിൽ വരാതെയായി. അപ്പോൾ പ്രവാചകർ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് സാബിത്ത് വരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശബ്ദം കുറച്ച് ഉയർന്ന ശബ്ദമാണ്, നാച്ചുറലി അങ്ങനെ ആണ്. അയാളുടെ പൊതുവെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ച് ഉയർന്ന ശബ്ദമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, പ്രവാചകരുടെ സദസ്സിൽ വെച്ച് ഞാൻ സംസാരിക്കേണ്ടി വന്നാൽ അത് പ്രവാചകരുടെ ശബ്ദത്തേക്കാൾ ഉയർന്നതാകുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ വരാത്തത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കുഴപ്പമില്ല, അദ്ദേഹത്തോട് വരാൻ പറയൂ, അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞു. അപ്പോൾ സഹാബിമാർ നിസ്സാരമായിട്ട് കാണുന്ന പാപങ്ങളെപ്പോലും വളരെയേറെ ഭയപ്പെട്ടിരുന്നു എന്നർത്ഥം. പക്ഷേ ഇന്ന് സമൂഹം കാണുന്നത് വളരെ നിസ്സാരമായിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ അത് ചെയ്യരുത് എന്നാവശ്യപ്പെട്ട ഇത്തരം നമ്മളിവിടെ പറഞ്ഞ പാപങ്ങൾ പോലും വളരെ നിസ്സാരമായിട്ടാണ് ആളുകൾ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ നമ്മുടെ സംസാരങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ ഇണകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.